കീ എംപ്ലോയീനെ നമുക്ക് സ്കില്ലുള്ള ഐഡിയലി സ്കില്ലുള്ള റിസോഴ്സ് ആണല്ലോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്കില്ലുള്ള റിസോഴ്സ്. ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സിന് ഒരു ഡിസ്റപ്റ്റ് സംഭവിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞ പ്രൊപ്പറേറ്ററും ആ ഓണറുമാണ് റിസ്ക്. എല്ലാ എംപ്ലോയറും ഇപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ കീമാൻ എങ്കിൽ ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി മിനിമം എങ്കിലും എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഇത് എല്ലാ ഇതിപ്പോൾ ഏതൊക്കെ സ്ട്രക്ചർ, അതായത് ഇപ്പോൾ ഒരു പ്രൊപ്പറേറ്റർഷിപ്പോ അങ്ങനെ എങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെയുണ്ടല്ലോ, അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ള ടിപ്പിക്കലി ഒരുവിധം എല്ലാ ഇൻഷുറൻസ്, ഫോർ എക്സാമ്പിൾ HDFC, ICICI, മാക്സ് ലൈഫ്, ഇവരൊക്കെ അത്യാവശ്യം പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികൾ കൂടുതലും കവർ ചെയ്യുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLPയിലാണ്. വളരെ കുറച്ച് ഇൻഷുറൻസ് കമ്പനികൾ മാത്രമേ ഈ പാർട്ട്ണർഷിപ്പ് ഫേമും പ്രൊപ്പറേറ്റർഷിപ്പും ചെയ്തു കൊടുക്കുന്നുള്ളൂ. മിക്കപ്പോഴും എല്ലാവരും കൂടുതലും പ്രോമിനൻ്റ് ആയിട്ട് നോക്കുന്നത് ഈ ബോഡി കോർപ്പറേറ്റ്, ഒന്നുകിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലെങ്കിൽ LLP ആണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഈ പാർട്ട്ണർഷിപ്പും പ്രൊപ്പറേറ്റർഷിപ്പിലൊക്കെ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഡയറക്ടറെ നമുക്ക് കീമാൻ പോളിസിയിലെടുക്കാം. അതിൻ്റെ ഒരു കീ ആയിട്ടുള്ള ഹോൾ ടൈം ഡയറക്ടറെ, മാനേജിങ് ഡയറക്ടറെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കീ എംപ്ലോയീനെ നമുക്ക് സ്കില്ലുള്ള ഐഡിയലി സ്കില്ലുള്ള റിസോഴ്സ് ആണല്ലോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സ്കില്ലുള്ള റിസോഴ്സ്. ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സിന് ഒരു ഡിസ്റപ്റ്റ് സംഭവിക്കും, അല്ലേ, ലോസ് ഓഫ് റവന്യൂ സംഭവിക്കും. അപ്പോൾ പുതിയൊരാളെ കണ്ടുപിടിക്കണം ഇതിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുവരെയുള്ള ഒരു കാലതാമസത്തിന് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കുമല്ലോ, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ഈ കീമാൻ ഇൻഷുറൻസ് കൊണ്ട് സാധിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനീസും ചെയ്യുന്നുണ്ടോ? ഞാൻ ഒരുവിധം എല്ലാവരും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ICICI, HDFC, മാക്സ് ലൈഫ്, ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. അതേ ബജാജ്, അങ്ങനെ വേറെയും സെക്ടറും മാറിയിട്ടുള്ള ഇൻഷുറൻസ് കമ്പനികളും ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും അത്രയും പോപ്പുലർ അല്ല കേരളത്തിൽ. ഇപ്പോൾ നമ്മൾ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്രയോ പേരുണ്ട്, അല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞ പ്രൊപ്പറേറ്ററും ആ ഓണറുമാണ് റിസ്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ്സിൽ തന്നെ വലിയ രീതിയിൽ ഡിസ്റപ്റ്റ് സംഭവിക്കും. സോ ഐഡിയലി ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് എല്ലാ എംപ്ലോയറും ഇപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ കീമാൻ എങ്കിൽ ഒരു കീമാൻ ഇൻഷുറൻസ് പോളിസി മിനിമം എങ്കിലും എടുത്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ഇൻകം എന്നത് വളരെ റെലവൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഐഡിയലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കീമാൻ എടുക്കുന്ന കമ്പനി ഉണ്ടല്ലോ, ഈ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഈ പറഞ്ഞ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് പ്രോഫിറ്റബിൾ കമ്പനി ആയിരിക്കണം. ലോസ് മേക്കിംഗ് കമ്പനി പോയിട്ട് നമുക്ക് കീമാൻ ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. സ്റ്റാർട്ടപ്സിനൊക്കെ പറ്റും. പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ലോസ് ഉള്ള കമ്പനി 3 വർഷത്തിൻ്റെ ഫിനാൻഷ്യൽസ് വേണം. കഴിഞ്ഞ 3 വർഷത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഈ കീമാൻ ഇൻഷുറൻസ് എടുക്കുന്ന ആളുടെ കഴിഞ്ഞ 3 വർഷത്തിൻ്റെ IT റിട്ടേൺ വേണം. അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ വേണം.